വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. നിംബു നാരങ്ങ ലെമൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ ക്യാരക്ടറിന് 3 കുട്ടികളുമായിട്ട് ക്രഷ് ഉണ്ട്. അപ്പൊ അതിന് 3 ഒന്ന് തന്നെയാണെന്നുള്ളതാണ് വളരെ ബേസിക് ആയിട്ടും സുഹൈല് ഫസ്റ്റ് ഷോട്ടായിട്ട് അടിച്ച് തീർത്തേക്കുന്നത്. തല്ലുമാലയുടെ ഹാങ് ഓവർ ഇല്ലാതെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു അത് അങ്ങനൊരു കാര്യം സംസാരിച്ചായിരുന്നു ഈ ഓർമ്മ. നമ്മൾ അമോക് ബാലാജി എന്ന് പറഞ്ഞ റാപ്പർ ജോയിൻ ചെയ്തു. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഈ പടത്തിലേക്ക് മ്യൂസിക് സൈഡിൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. മൈക്കിൾ ജാക്സൺ പാട്ടുകളുടെ അകത്തുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെയല്ല, ആ കോറസ് അത് വേറൊരു രീതിക്ക് പല വരികളും നമ്മൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ പാടി കേൾക്കുമ്പോൾ നമുക്ക് അതിനൊന്നും ഇല്ലാത്തൊരു ഡയമെൻഷൻ പെട്ടെന്ന് ഓണാകുന്നു. തല്ലുമാലയുടെ മ്യൂസിക് എന്ന് പറയുന്നത് ലോലാലോലാല് നിൽക്കുവാണ്. എന്ത് വേണേൽ വായിച്ചിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് തല്ലുമാലയിലെ പാട്ടാണ്. വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അത്രയും സ്ഥലത്തേക്ക് മ്യൂസിക് ചെയ്യേണ്ടെന്ന് വളരെ പേഴ്സണലായിട്ടുള്ളൊരു ചേച്ചിയുടെ കുട്ടി എൻ്റെ പാട്ടുകൾ കേൾക്കുന്ന ഒരു ട്രിപ്പുള്ള ആളാണ്. അവളോട് പോയിരിക്കുമ്പോൾ ഇത് കേൾക്കേണ്ടി വരും. നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഫീൽ ഗുഡ് പാട്ടുകൾ ഇപ്പൊ നമുക്ക് കോമഡി ആയിട്ട് കേൾക്കില്ലേ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ദ ക്യൂ ഷോ ടൈമിൽ വിഷ്ണു വിജയ്, വെൽക്കം. താങ്ക് യു. ആദ്യം ചോദിക്കാനുള്ളതും പറയാനുള്ളതും, എൻ്റെ ഫേവറേറ്റ് ട്രാക്ക് പഞ്ചാര പഞ്ചായിരുന്നു. തിയേറ്ററിൽ പോകുന്നത് ജിംഖാനകളെ. അതിൻ്റെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മ്യൂസിക്കലി അത് ഓപ്പൺ ചെയ്യുന്നത്, ഇപ്പോൾ ഈ താനാന ഹമ്മിങ് വെച്ച് ഓപ്പൺ ചെയ്യുന്നതും നട്ടാശയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഞാനൊക്കെ കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡ്, മ്യൂസിക്കലി അത് ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലിറിക്സ് വരുമ്പോഴാണെങ്കിലും ഇത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഓരോ പഞ്ചിനും ഡീറ്റെയിൽ ചെയ്യുന്ന പോലെ ലിറിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചാര നീ പഞ്ചാര നീ ഇതെല്ലാം നെഞ്ചുലച്ചെന്നൊക്കെ പറയുമ്പോൾ കൃത്യം റൈമിങ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ആ പാട്ടിന്റെ ഒരു സ്ട്രക്ചറിങ് കോമ്പോസിഷൻ എങ്ങനെയാണ്? ശരിക്കും വിഷ്വൽ കണ്ടിട്ടാണോ അതിന് മുന്നേ സെറ്റ് ചെയ്യുന്നതാണോ, എങ്ങനെയായിരുന്നു? വിഷ്വൽ കണ്ടിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന് അത് അതിനൊരു റെഫറൻസ് ട്രാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം അതിന്റെ ടെമ്പോയിൽ തന്നെയാണ് നമ്മൾ പിടിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു മെർജിങ് പഞ്ചിനൊക്കെ ഒരു ഇത് കിട്ടിയത്. ഒരു ബേസിക്കലി ഒരു ടെമ്പോയ്ക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടെമ്പോയ്ക്ക് തന്നെ അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതിനകത്തോട്ട് റിതമിലോട്ട് കയറാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പടത്തിന്റെ ടെറൈനും നമ്മുടെ ഫ്ലേവേഴ്സും ഒക്കെ ആയിട്ട് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ജോലി. അപ്പൊ അത് സുഹേൽ കോയം ആലപ്പുഴക്കാരനാണ്. അങ്ങനെയൊക്കെ കൂടി വന്ന് ആ ഫ്ലേവർ എല്ലാം കൂടി വന്ന് കയറി വീഡിയോ ഭയങ്കര എന്താണ് ഒരു വർക്ക് ചെയ്യാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ. വീഡിയോന്റെ തന്നെ നമ്മളിപ്പോ കാണുന്ന ഒരു എഡിറ്റഡ് വേർഷൻ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇത്രയും എന്നുവെച്ചാൽ എഡിറ്റ് പാട്ടും കൂടി ആയി കഴിഞ്ഞിട്ട് തന്നെയാണ് എഡിറ്റും പിന്നെ അതിന്റെ ഫൈൻ ട്യൂണിങ് നമ്മൾ പാട്ടും കുറച്ച് സ്ഥലം പാട്ടിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും, പിന്നെ അതിന്റെ എഡിറ്റിൽ ഒന്നുകൂടി വർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് വർക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്തെത്തി. ഇതിലേക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പഞ്ചാര പഞ്ച് പ്രീ റിലീസിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ മുന്നത്തെ പ്ലേലിസ്റ്റ് പല സിനിമകളുടെ ആൽബം ആണെങ്കിലും ഇതിലൊരു ട്രെൻഡ് സെറ്റർ സ്വഭാവമുണ്ട്. എനിക്കറിയാൻ ആഗ്രഹമുള്ളത്, ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട് വരുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ റീച്ച് വരാം, അല്ലെങ്കിൽ ഇതിനൊരു ട്രെൻഡ് സെറ്റിംഗ് പോയിന്റ് ഉണ്ടാവാം. ഇത് നിങ്ങൾക്കൊരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടോ? അങ്ങനെയല്ല, ഇത് അടിച്ചെന്നേ ഉള്ളൂ, അതല്ല അങ്ങനെയല്ല. പക്ഷെ ഈ പാട്ടിന് ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ തന്നെ നമുക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന പാട്ടാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതിന് പറഞ്ഞ പോലെ അവരത് ക്യാരി ചെയ്തേക്കുന്ന രീതിയും മൊത്തത്തിൽ അതിൻ്റെ ഒരു പരിപാടി അതിൻ്റെ അകത്തൊരു വൗ ഫാക്ടർ ഉണ്ട്. അപ്പൊ അതിനെ ഡിപ്പ് ചെയ്യാത്ത രീതിയിലൊരു മ്യൂസിക് വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടി രണ്ടും കുറച്ചുകൂടി അതിന് ഗുണം ചെയ്യുമെന്ന് തോന്നി. അങ്ങനെ ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നും സിനിമ നമ്മൾ കണ്ടിരിക്കുമ്പോൾ മ്യൂസിക്കിലൂടെയാണ്. ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ടത് പേഴ്സണലി ഇതിന്റെ ഒരു സൗണ്ട് സ്കേപ്പില് ഇതിന്റെ വേരിയേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു +2 തോൽക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്, അവിടുന്ന് പാരലലി ഈ നെസ്ലന്റെ ജോജോന്റെ ഒരു റൊമാൻസ് എപ്പിസോഡ് ഉണ്ട്, ബോക്സിങ് പഠിക്കാൻ പോകുന്നുണ്ട്, റിങ്ങിൽ എത്തുന്നുണ്ട്, പിന്നെ ഇതിന്റെ ക്ലോഷർ ഒരു ചാപ്റ്റർ കൂടെ വരുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവരുത്. നമ്മൾ മ്യൂസിക്കിനെ വേണ്ടി ചിന്തിക്കാനും പാടില്ലല്ലോ. നമ്മൾ ഈ സ്റ്റോറി ടെല്ലിങ്ങിൽ ഇത് കണ്ടു തീർക്കുമ്പോൾ നമ്മൾ മ്യൂസിക്കലി ഇതിനൊപ്പം കിട്ടുകയും വേണം. ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ജമ്പടിക്കലില്ല, ഫ്ലോ കൃത്യമായിരിക്കണം. ഈ എൻറ്റയർ പടത്തിന്റെ ഒരു മ്യൂസിക്കൽ വേൾഡ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു നറേഷന് ശേഷമായിരിക്കാം. നിങ്ങളെടുക്കുന്ന എഫേർട്ടുകൾ എന്താണ്? ആലപ്പുഴ പറഞ്ഞു, ബോക്സിംഗ് റിങ് പറഞ്ഞു, ഇതിനൊരു സെറ്റിംഗ് എങ്ങനെയാണ്? അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് കഥയുടെ മെയിൻ സാധനം തന്നെ ഒരു എക്സ്പോഷർ ഇല്ലാത്ത സ്ഥലത്തു നിന്ന് വേറൊരു
വലിയൊരു കോമ്പറ്റീഷനിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് എക്സ്പോഷർ ഇല്ലായ്മ യുടെ ഒരു മീറ്റർ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ മ്യൂസിക്കിൽ. അപ്പോൾ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും പാട്ടുകൾ അങ്ങനെ ആലപ്പുഴയിലുള്ളവർ അങ്ങനെ അത്ര അപ്ഡേറ്റഡ് പാട്ട് കേൾക്കാതിരിക്കണില്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു റൂട്ടഡ് സാധനങ്ങളെ കൂടുതലായിട്ടും കൊണ്ടുവന്നിട്ട് ബാക്കി നമ്മുടെ പടത്തിന് ആവശ്യമായിട്ടുള്ള ടോൺ സെറ്റിങ്ങിൻ്റെ അകത്ത് അതിനെ കയറ്റി വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൻ്റെ അകത്തുണ്ട്. അവർ ആ സ്ഥലത്തുനിന്ന് വരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ആർപ്പോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ള സാധനമാണ്. അതാണ്. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ പല ഫൈറ്റിന് പോകുന്നതിന് മുന്നേ ഉള്ള ഇമോഷണൽ ചേഞ്ചുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റേജ് മാത്രം നമ്മളൊന്ന് ഡിസൈൻ ചെയ്യണം. അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് വീക്ക് ആവും തോറും അത് അതിൻ്റെ അകത്ത് അറ്റ് ദ സെയിം ടൈം ഫണ്ണ് വർക്ക് ആവണം. അങ്ങനെ ചിലപ്പോൾ ചാർജ് ആവേണ്ട സ്ഥലത്തുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ ആലപ്പുഴയുടെ ഈ വഞ്ചിപ്പാട്ടിന്റെ സ്വഭാവത്തിലുള്ള സാധനം നമുക്ക് ഒരുപാട് ആ നേറ്റിവിറ്റി പിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടുകളിലെ വരികളിലൊക്കെ ആണെങ്കിലും സുഹൈലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ആലപ്പുഴയുടേതായിട്ടുള്ള എല്ലാ അപ്പം കുറച്ചുകൂടി അവന് ഫേവറേറ്റ് ആണ്, അവന്റെ സ്ഥലമാണ്. എന്റെയും ഞാനും അമ്പലപ്പുഴയാണ് എൻ്റെ അച്ഛനും എൻ്റെ ബാക്കിയെല്ലാം റൂട്ടൊക്കെ ഉള്ളത്. അപ്പം ആലപ്പുഴയുടെ കുറച്ച് സാധനങ്ങൾ നമുക്കുണ്ട്. പിന്നെ അങ്ങനെ അത് സെറ്റ് ചെയ്തു. അല്ല, അതില് ലിറിക്കലി യൂസ് ചെയ്ത് പറഞ്ഞപ്പോഴേ ഈ മറ്റേ മഞ്ജു രചനയില് അത് ഭയങ്കര ഫ്രഷ് പാട്ടാണ് ലിറിക്കലി, മ്യൂസിക്കലി. ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് തന്നെ ഇതെല്ലാം പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് എവിടെ നിന്ന് കേട്ടാലും ഓക്കെ ഇത് പ്ലേസ് ചെയ്യുന്ന ലാൻഡ് നമുക്ക് കിട്ടുന്നത്, ആളുകളെ കണക്ട് അത് വെച്ചാൽ മ്യൂസിക്കിന് ഇടയ്ക്ക് ഒരു ഫില്ലർ പോലെ നമ്മൾ അത് വെക്കണുള്ളൂ. അപ്പം അല്ലെങ്കിലും ആ വാക്കിന് തള്ളേ എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെന്റൻസ് പറയുന്നതിന് മുന്നേ മാത്രമേ അത് വരുള്ളൂ. ഇത് ശരിയാവണില്ലല്ലോ, അങ്ങനല്ലേ. അപ്പൊ അതുപോലൊരു ഫില്ലർ പോലെ മാത്രമാണ് അതിന് വെച്ചത്. പക്ഷെ അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ അതിനൊരു കുറച്ചുകൂടി ആ സ്ഥലത്ത് എത്തിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഈ മഞ്ജീർ സംഗീതം പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, ഈ ലിറിക്കലി പാട്ടുകളിലെ ഇപ്പോ ഇതുപോലത്തെ വാക്കുകൾ ഇപ്പം മൂസിനാണുള്ളത് എഴുതിയിട്ടുള്ളത്, ഇത്തരം വാക്കുകൾ പ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ റൈമിങ് വരണം, മ്യൂസിക്കലി ഇത് കൺവിൻസിങ് ആവണം. ഇപ്പോൾ ഒരു സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു പാട്ട് പ്രത്യേകിച്ച് മഞ്ജീർ സംഗീതം മാത്രം പറയുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചറിങ്ങില് ഈ സൗണ്ടും വൊക്കലും ഇത് മിക്സ് ആക്കുന്നത്, ഇതിന്റെ റെൻഡറിങ് ഭയങ്കര കൃത്യമാക്കി എടുക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്? അയ്യോ, അങ്ങനെ അതിനിടയ്ക്കുള്ള സ്ഥലങ്ങൾ പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മ്യൂസിക്കിൽ തന്നെ നമുക്കിപ്പോൾ ഒരേ താളത്തിൽ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സൈക്കിളിന്റെ ഒരു സ്ഥലത്തു നിന്ന് തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിന് 4-5 ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതായത് ഞാൻ പറഞ്ഞൊരു പാട്ട് തുടങ്ങുന്നതിന്റെ ചില സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ വരികളിൽ അതിനകത്തുള്ളൊരു വ്യത്യാസം വരും. അപ്പം അതിന്റെ കൂടെ തന്നെ മൂസിന് അങ്ങനെ പിടിച്ച അഡ്ജസ്റ്റ്മെന്റ്സിന് റെഡി ആവുന്നതുകൊണ്ടാണ് അതങ്ങനെ. മൂസിൻ മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ ലിറിക് റൈറ്റേഴ്സും അങ്ങനെ റെഡി ആകുന്നതുകൊണ്ടാണ്. ചില വാക്കുകൾ ഇപ്പം പെട്ടെന്ന് പറയേണ്ട വാക്കുകൾ ഇപ്പം തനന എന്ന് പറഞ്ഞവനക്കും തനന എന്ന് പറഞ്ഞ ഇമ്പാക്ട് എങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ് എല്ലാവരും. അപ്പൊ അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്സിന്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇതില്ല. സുഹൈൽ കോയ ആയിട്ടുള്ള കൊളാബറേഷൻ ഇപ്പോൾ ജിംഖാനുണ്ട്, മറ്റേ പ്രേമലു ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പ്ലേലിസ്റ്റ് ആണ്. ഈ ഒരു ലിറിസിസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ, ഇൻഹിബിഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിലൊരു എന്താ പറയാ ഒരു കംഫർട്ട് പോയിന്റ് കിട്ടുന്നത്, ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സുഹൈലായിട്ടുള്ള കൊളാബറേഷൻ എങ്ങനെയാണ്? ശരിക്കും ഇവന്മാര് നല്ല പാട്ടുകാരാണ്. അപ്പൊ അവരത്രയും നന്നായിട്ട് പാടുന്നുണ്ട്. സ്വന്തമായിട്ട് തന്നെ നമ്മളിപ്പോ ഒരു പാട്ടുണ്ടാക്കി ട്യൂൺ ചുമ്മാ തന്നെയൊക്കെ വെച്ച് കൊടുത്താലും അവരത് പാട്ടിനെ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടണ കേൾക്കാൻ നല്ല ഭംഗിയാണ്. അത്ര മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് അവർക്കത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എഴുതി തരാൻ പറ്റുന്നത്. പിന്നെ കുറെ സാധനങ്ങൾ പൊളിക്കണോന്ന് വിചാരിച്ചിട്ടെല്ലാം തോന്നുന്നു അവർ എഴുതണം. അല്ലെങ്കിൽ അവര് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിലൊരു സ്ട്രക്ചറിൽ അതെ. ഇപ്പം പ്രേമലുവിൻ്റെ അകത്ത് ആകുമ്പോഴാണെങ്കിൽ നമുക്ക് ഹൈദരാബാദ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി വേറെ തമിഴ്, മുറി, ഹിന്ദി അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കും. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടാണ് കുറെ നാളായി നമ്മൾ അങ്ങനത്തെ പാട്ടുകൾ മലയാളത്തിൽ പണ്ട് നമ്മൾ ബാലഭാസ്കറിന്റെ പാട്ടുകളുടെ ആൽബത്തിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തമിഴ്, തെലുങ്ക്, ഹിന്ദിയൊക്കെ കൂടി വന്നിട്ടുള്ള. അപ്പൊ അത് കുറെ നാളായിട്ട് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ഇതിപ്പോ ഈ പടത്തിൽ അങ്ങനെ ഒരു പ്ലോട്ട് വന്നപ്പോഴാണ് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുക, ഇങ്ങനെ 2-3 ലാംഗ്വേജ് ഒക്കെ ചെയ്താൽ
കൂളായിരിക്കുമല്ലോ എന്ന് തോന്നി. പിന്നെ പാരലലി തന്നെ വേറെ പടങ്ങൾ ഇപ്പോൾ ആവേശത്തിൻ്റെ അകത്താണെങ്കിലും അങ്ങനെയുള്ള സിനിമകളിലെല്ലാം നമ്മളിപ്പോൾ ഒരു മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലോക്കിൽ നിൽക്കുന്നില്ല. കാര്യങ്ങൾ കൺവേ ചെയ്യുക, മ്യൂസിക്കിന് ഇടിക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യുക, അങ്ങനെ. ഇല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അങ്ങനത്തെ പാട്ടുകളെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ എവറിഡേ പാട്ട് ഇതിലെ അത് നമ്മൾ യൂഷ്വലി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ, മലയാളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ വരുന്നില്ല. അത് വേറെ തന്നെ ഏതൊരു ജോണറിലുള്ള പാട്ട് പോലെ. അതിൽ എനിക്ക് ഒറ്റ കേൾവിനെക്കാട്ടിലും റിപ്പീറ്റഡ് കേൾക്കുമ്പോഴാണ് ഈ പാട്ടായിട്ട് കണക്ട് ആവുന്നത്. മറ്റേ പ്രേമബോൾ വുമൺ എന്നൊക്കെ പറഞ്ഞ് ലിറിക്സ് ഈ എവറിഡേ ആ പാട്ട് സ്പെസിഫിക്കലി എടുത്തു കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ഒരു സെറ്റിങ്ങിൽ തന്നെ വളരെ സ്പീഡായി നടക്കുന്ന ഈ പ്രായത്തിലുള്ള ആളുകള്, സ്പീഡായി കാര്യങ്ങൾ ചെയ്യുന്നവര്, അവരുടെ ഒരു എപ്പിസോഡാണ് കാണിക്കേണ്ടത്. അത് ഭയങ്കര സ്ലോ ആയിരിക്കില്ല, അത് സ്പീഡായിരിക്കും, ബാക്ക് ടു ബാക്ക് ഈവൻസ് ഉണ്ടാവും. ആ പാട്ട് സെറ്റിംഗ്, അതിന്റെ സ്കോർ, കമ്പോസിഷൻ, ഈ മ്യൂസിക്കിൽ അതിനെ സെറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാ ശരിക്കും? അതായത് ആ പാട്ടിന്റെ സെറ്റിംഗ് വെച്ചാൽ ഈ ജിംഖാനയ്ക്ക് വേണ്ടി എല്ലാ പാട്ടുകളും വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പം അതിന് ഇത് ഒരിക്കലും ആദ്യം ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അത്ര വർക്കാകാൻ നമ്മൾ മാറ്റി വെച്ചിട്ട് വേറെ 2 പാട്ട് ചെയ്ത് ആ സ്ഥലത്തേക്ക് വേണ്ടിയിട്ട്. അതായത് ആക്ച്വലി അതിന് കുറച്ചുകൂടി സ്ലോ ടെമ്പോ ഒരു പാട്ടാണ് പ്ലാൻ ചെയ്തത്. നമ്മുടെ എല്ലാവരും മനസ്സിൽ ആദ്യം നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ കുറച്ചുകൂടി സ്ലോവർ ആയിട്ടുള്ള ഒരു പാട്ട് വേണമെന്നാണ്. പക്ഷെ അത് മൊത്തത്തിലുള്ള പടത്തിന്റെ ഒരു ഔട്ട്ലുക്കിന് ആദ്യം അത്ര ഒരു സ്ലോ പാട്ട് വെച്ച് ചടപ്പിക്കേണ്ട എന്നുള്ളൊരു ഐഡിയയിലാണ് കുറച്ച് സ്പീഡ് കൂട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞ് മാറ്റി വേറെ 2 പാട്ടും ചെയ്ത് നോക്കി. അപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള മഞ്ചീര ചിന്തയും പോലത്തെ അങ്ങനത്തെ പോലത്തെ ഒരു പാട്ടാണ് 2 ഉണ്ടായി വന്നത്. ആദ്യത്തെ 2 അല്ല, ഇത് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു തോന്നാഞ്ഞിട്ട് മാറ്റി വേറെ 2 ചെയ്ത. അപ്പൊ 2 ചെയ്തപ്പോ വേറെ നമ്മൾ മുന്നേ ചെയ്ത പാട്ടുകൾ പോലെ ഇതൊക്കെ പാട്ടുകളാണ് വന്നത്. അപ്പൊ അത് ഇതിലും ഉണ്ട് അത്. പക്ഷെ അങ്ങനെയല്ല, അത് മാറ്റിയിട്ട് പിന്നെയും തിരിച്ച് ഇതിൽ വന്നൊരു വർക്ക് ചെയ്ത് ഈ ലിറിക്സ് ഒക്കെ അതിന്റെ ഇപ്പം നമ്മൾ പറഞ്ഞ നിംബു നാരങ്ങ ലെമൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാണ്. പക്ഷെ ക്യാരക്ടറിന് 3 കുട്ടികളുമായിട്ട് ക്രഷ് ഉണ്ട്. അപ്പൊ അതിന് 3 ഒന്ന് തന്നെയാണെന്നുള്ളതാണ് വളരെ ബേസിക് ആയിട്ടും സുഹൈല് ഫസ്റ്റ് ഷോട്ടായിട്ട് അടിച്ച് തീർത്തേക്കണം. 3 ഒന്ന് തന്നെയാണ്. അപ്പം അത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കൊന്ന് കുറച്ചുകൂടി ഈ സ്പീഡിനകത്ത് കുറച്ചുകൂടി എവറിഡേയുടെ ആ മെലഡി ലൈനും ഒക്കെ ഒന്ന് വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓക്കെ ഇതിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണ വന്നു. അങ്ങനെ പിന്നെ കുറെ ഞാൻ കണ്ടത് ഇപ്പൊ അതിനൊരു അതിന്റെ ഒരു സൗണ്ട് സ്ട്രക്ചറിലാണെങ്കിൽ പോലും എക്സ്ട്രീം ലോ എൻഡും എക്സ്ട്രീം ഹൈ എൻഡും മാത്രമാണ് നമ്മൾ വെച്ചേക്കുന്നത്. നടുക്ക് അങ്ങനെ മിഡ് സ്ഥലമൊന്നും അങ്ങനെ ഒന്നും ഇല്ല. അതും ഒരു എന്താണ്, കുറച്ച് പേടിയുണ്ട് അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴും. എന്നാലും ഇങ്ങനത്തെ പ്ലോട്ട് വന്ന് കിട്ടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല, എപ്പോഴും പറ്റില്ല. എനിക്കൊന്ന് ഇത്രയും സംസാരിക്കുമ്പോൾ ഖാലിദ് റഹ്മാൻ എന്ന മേക്കറിനോട് നമുക്ക് മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നു. നിങ്ങളുടെ കൊളാബറേഷൻ ഇപ്പൊ തല്ലുമാല വരുമ്പോൾ അത് പല ജോൺറയുള്ള പാട്ടുകൾ, ഇത് ഒറ്റ ആൽബത്തിൽ തന്നെ ഈ ഒരു കോമൺ സ്വഭാവം ഇല്ലാത്ത പോലെ ഈ പറഞ്ഞ പ്രൊട്ടഗണിസ്റ്റിന്റെ മൂഡ് കാര്യങ്ങൾക്കെല്ലാം അനുസരിച്ച് പാട്ടുകൾ വരുന്നു. ഇവിടെ വരുമ്പോഴും നിങ്ങളുടെ ബോണ്ടിങ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നുണ്ടല്ലോ, ഈ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ കുറച്ചുകൂടെ ഈസി ആവുന്നുണ്ടാവുമായിരിക്കും. റഹ്മാൻ എന്ന മേക്കർ, വിഷ്ണു ജയൻ മ്യൂസിക് ഡയറക്ടർ, എങ്ങനെയാ കണക്ട് ആവുന്നത്? റഹ്മാൻ എന്ന മേക്കർ റഹ്മാന്റെ എനിക്ക് തോന്നുന്നു സിമിലർ സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ പടങ്ങൾ ഇറങ്ങിയിരുന്നു. അപ്പൊ ഗപ്പി ഇറങ്ങുന്ന സമയത്ത് തന്നെ മുന്നേ ഏതാണ്ട് മാസങ്ങൾ 1 മാസം വ്യത്യാസമുണ്ട്. അപ്പൊ അന്ന് തന്നെ അവന്റെ ആദ്യത്തെ പടം തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. ബാക്കി പടങ്ങളും ഇഷ്ടം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ മൂസിനുമായിട്ടും ഒക്കെ ചേർന്നാണ് നമ്മൾ തല്ലുമാല വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ബേസിക്കലി ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ ഡയറക്ടർമാരുടെ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ട്രൈ നടത്താറുണ്ട്. കുറച്ച് നമ്മുടെ ഒരു ടേസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് എവിടുന്ന് തുടങ്ങുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്കി എല്ലാ ഡയറക്ടർമാരിലും അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കേൾക്കുന്ന പാട്ടുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. റഹ്മാന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊന്ന് മൂസിനായിരുന്നു അങ്ങനത്തെ ഒരു ഒരു ജോലി ഏറ്റെടുത്തത്, അങ്ങനെ ഒരു പ്ലേലിസ്റ്റിന്റെ ജോലി തന്നെ ഏറ്റെടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ തല്ലുമാല വർക്ക് ചെയ്ത് പയ്യെ ക്രാക്ക് ചെയ്ത് അതിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് റിജക്റ്റഡ് പാട്ടുകളുണ്ട്, നിങ്ങൾ ഉപയോഗിക്കാത്ത പാട്ടുകൾ, റിജക്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ്. പക്ഷെ അത് നല്ല തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന സാധനത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് പോയി
പിന്നെ ജോലിപരമായി അങ്ങനെ അല്ലാതെ തന്നെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് റഹ്മാൻ. അപ്പം ജോലിക്കകത്ത് ഇത് കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതല്ല, നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ നമ്മൾ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അതങ്ങനെ തന്നെ പോകുന്നത്. ഈ ജിംഖാനെ പറ്റി ആദ്യം കേൾക്കുന്നത് എന്താ ശരിക്കും? ഫസ്റ്റ് ഫീഡ് എന്തായിരിക്കും? ജിംഖാന എന്നാ കേൾക്കുന്നത്? കുറെ ആളോ? അല്ല, കുറേ അല്ല. അതിന് മുന്നേ വേറെന്തോ ഒരു കഥ റഹ്മാൻ സംസാരിച്ചിരുന്നു ജിംഖാനയ്ക്ക് മുന്നേ ചെയ്യാനായിട്ട് പ്ലാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ജിംഖാനയിലേക്ക് എത്തി. പിന്നെ അതിനകത്ത് വളരെ ലൈറ്ററായിട്ടുള്ളൊരു പടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു എന്താണ്, ഒരു തല്ലുമാലയുടെ ഹാങ് ഓവർ ഇല്ലാതെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു അത് അങ്ങനൊരു കാര്യം സംസാരിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മളങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ ഡെപ്തിലേക്ക് ഈ കുറച്ചുകൂടി സിമ്പിളായിട്ട് സാധനങ്ങളെ സമീപിക്കണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മറ്റേത് ഭയങ്കരമെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ ഇത് കുറച്ച് സിമ്പിളായിട്ട് സമീപിച്ചു. മറ്റേത് ടെൻഷനോട് കൂടി തന്നെയാണ് സമീപിച്ചിരുന്നതും എങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പൊ അത്രയും പേടിയില്ലാതെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നിർത്താൻ. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു ഹീറോ എന്ന് പറഞ്ഞ് പോർട്രേ ചെയ്യുന്നില്ലെങ്കിൽ കൂടി ആലപ്പുഴ ടീം എപ്പോഴൊക്കെ റിങ്ങിൽ വരുന്നോ നമ്മളെല്ലാം ഇവരുടെ ടീമിലാണ്. ഇവന്മാരടിക്കണം, ജയിക്കണം എന്നുള്ളത് ഇപ്പൊ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന എല്ലാവർക്കും അതൊരു കോമൺ ഫീലിംഗ് ആണ്. ഈ റിങ്ങിൽ ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള സ്കോർ പലപ്പോഴും പഞ്ചുകളിലാണ് നിൽക്കുന്നത്. എങ്കിൽ ഇതിനെ എലവേറ്റ് ചെയ്യുന്ന, എൻഹാൻസ് ചെയ്യുന്ന സ്കോർ പ്ലേസ്മെന്റ് ഉണ്ട്. ഈ മുന്നേ റിങ്ങിൽ ഒരുപാട് അടിക്കുന്ന പടങ്ങളോ പാട്ടുകളോ നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ല. വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ മലയാളത്തിൽ, നമ്മുടെ ലാംഗ്വേജിൽ. അവിടെ ജിംഖാന വരുന്നു. ജിംഖാനിൽ ഇത്തരം ഈ സിനിമയുടെ തന്നെ ഹൈ മൊമെന്റുകൾ വരുന്നത് ഈ റിങ്ങിലാണ്. ഈ റിങ്ങിന് വേണ്ടി ഒരു സ്കോർ സെറ്റ് ചെയ്യുന്നു, ബോക്സിങ്ങിന് വേണ്ടി ഒരു സ്കോർ. അതിൻ്റെ ഒരു ഐഡിയ എക്സിക്യൂഷൻ എങ്ങനെയാണ്? ആദ്യം ഈ പറഞ്ഞ പോലെ വീഡിയോ ആണ് മെയിനായിട്ട് നമ്മളെ ഭയങ്കരമായിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് പവർ തരുന്നതാണ്. അപ്പം അത് കണ്ടിട്ട് അതിൻ്റെ കൂടത്തിൽ ഒന്ന് വർക്ക് ചെയ്ത് ഓരോരോ ട്രാക്കുകളായിട്ട് ക്രാക്ക് ചെയ്ത് ഇതിനെല്ലാം കുറച്ച് അതിൻ്റെ പേസുമായിട്ട് മാച്ച് ചെയ്യുന്ന റെഫറൻസ് ട്രാക്കുകൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുമായിട്ട് കേട്ട് നമുക്ക് കാര്യം ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന റിങ്ങിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ ഒരു ജോണർ ഷിഫ്റ്റ് മ്യൂസിക്കിൽ കേട്ടോ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇങ്ങനൊരു ഷിഫ്റ്റ് ഇവിടെ വരും എന്ന് സാധിപ്പിക്കുന്ന രീതിക്കുള്ളൊരു എലമെന്റ്സ് ഇപ്പുറത്തിട്ട് വെക്കാനാണ് ഞാൻ കൂടുതലും നോക്കിയത്. ഇവിടുത്തെ ഇത് തന്നെയാണെന്ന് എന്തായാലും നമുക്ക് ഉറപ്പുണ്ട്. ഇതിലേക്ക് എത്താനായിട്ടുള്ളൊരു ചാട്ടം. അതുകൊണ്ടാണ് ഏകദേശം ഇൻട്രോയിലൂടെ ഇതിന് മുന്നായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തുടങ്ങി തുടങ്ങാം. കുറച്ച് റാപ്പ്, കുറച്ച് ഇംഗ്ലീഷ് ട്രാക്കുകൾ വരുന്നു, പിന്നെ കുറച്ച് ലിറിക്കിന്റെ സ്വഭാവം തന്നെ അങ്ങനെ മാറുന്നുണ്ട്. തീമിലാണെങ്കിലും കുറച്ച് ഈ പഞ്ചാബി ബീറ്റ് ഒക്കെ പോലെ. അതാണ് അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷൻ ബീറ്റ് ആണല്ലോ നമുക്ക് എത്ര കാലമായിട്ട് നമ്മൾ കേൾക്കുക. അപ്പൊ അതിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വർക്കൗട്ട് സ്വഭാവത്തിന് വേണ്ടിയാണ് മെയിനായിട്ട് അങ്ങനെ ഒരു ബീറ്റിന് നമ്മൾ എടുത്തേക്കുന്നത്. അതിന്റെ ഒരു വളരെ ഹെൽപ്പോട് കൂടി തന്നെ എടുക്കാൻ പറ്റും. എടുത്ത് വെച്ചാൽ തന്നെ ഇത് വർക്കൗട്ട് ചെയ്യണം. പാട്ട് വരുമ്പോ ആ പാട്ടിൽ ഫോളോ ചെയ്യുന്നതും സൗണ്ട്സ്കേപ്പ് ആണല്ലോ. അതെ. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ പല ആർട്ടിസ്റ്റുകളും ജോയിൻ ചെയ്തു. അമോക് ബാലാജി എന്ന് പറഞ്ഞ റാപ്പർ ജോയിൻ ചെയ്തു. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഈ പടത്തിലേക്ക് മ്യൂസിക് സൈഡിൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരുപാട് പടത്തിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് വിഷ്ണു വിജയ് പാട്ട് എന്ന് പറയുന്നത് എപ്പോഴും അപ്പളാലെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷേ ആരാധികയെക്കാട്ടിലും തനിയേക്കാട്ടിലൊക്കെ കൂടുതൽ കേട്ടിട്ടുള്ളത് ആ പാട്ടാണ്. അതിൻ്റെ ഒരു ഫോക്ക് സ്റ്റൈലായിരിക്കാം, ഭയങ്കര റൂട്ടഡായിട്ടുള്ള മനുഷ്യന്മാരെന്ന് പാടുന്നതുകൊണ്ടായിരിക്കും, റൂട്ടഡായ മനുഷ്യന്മാർ സ്ക്രീനിൽ കാണുന്നതുകൊണ്ടായിരിക്കാം ആ പാട്ടിന് എനിക്കെപ്പോഴും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. എവിടെയൊക്കെ അത് പമ്പിങ് ആണ് ആ പാട്ട്. ഈ അപ്പലാലയുടെ ഒരു ക്രിയേഷൻ, നായാട്ടിൻ്റെ കഥ ഒരു പോയിന്റ് ഭയങ്കര ഹോണ്ടിങ് ആണ്. അതിലോട്ട് ലീഡ് ചെയ്യുന്ന മൊമെന്റുകൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ പാട്ട് അത് വിഷ്ണു വിജയ് മ്യൂസിക് ഡയറക്ടർ ശരിക്കും എങ്ങനെയാണ്? ഇല്ല, അത് പ്ലോട്ട് വൈസ് അവിടെ ഒരു കല്യാണപ്പാട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥലം, കല്യാണത്തിൻ്റെ തലേ ദിവസമുള്ളൊരു പാട്ട്. പക്ഷെ അത് ലീഡിങ് ടു ഭയങ്കര വലിയൊരു പ്രശ്നത്തിലേക്കാണല്ലോ. അവിടെ നിന്നാണല്ലോ ഇവർ പോയിട്ട് അത്ര ഹൈറ്റിൽ നിന്നിടത്തുനിന്ന് പോയിട്ട് വലിയൊരു പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നത്തിലേക്ക് വന്ന് ചാടുന്നു എന്നുള്ളൊരു സാധനം അതൊന്നും മനസ്സിൽ വെച്ചിരുന്നു ഇങ്ങനത്തെ ഒരു. അപ്പം അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ നായാട്ടിൽ അങ്ങനെ ഒരു പാട്ട് നമുക്ക് വെക്കാനും തോന്നില്ല, നമുക്ക് ചെയ്യാനും നമുക്കൊരു ധൈര്യക്കുറവുണ്ടാവും അങ്ങനെ ഒരു പാട്ട് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനൊരു ഐഡിയ, ഇത് കുറച്ചൊരു ഡാർക്ക് സൈഡിലേക്ക് പോകണം എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു.
പക്ഷെ അതിന്റെ ലിറിക്സിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര അൻവർ അലി അതെ. എഴുതിയപ്പോൾ അത് അതിനെ നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത വേറൊരു തരത്തിലോട്ട് അതിനെ ഉം. ലാൻഡ് ചെയ്യിപ്പിച്ചു. ഭയങ്കരമായിട്ട് സേഫായി അങ്ങനത്തെ പാട്ട് അവിടെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ അതിന്റെ വോക്കലുകൾ അതിന്റെ സൗണ്ടിങ് ഭയങ്കര രസം. തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ബീറ്റൊക്കെ അടിക്കും. അത് കുറെ അങ്ങനത്തെ ബീറ്റുകളും പിന്നെ അതിന്റെ കോറസുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് പാക്ക് ആക്കുന്നത്. കോറസ് പാടുന്നതും ഈ പറഞ്ഞ പോലെ നല്ല പ്രായമായ അമ്മച്ചിമാരുടെ അപ്പൊ അങ്ങനെയുള്ളൊരു പൊതിയലിനകത്താണ് അത് ഒന്ന് ലാൻഡ് ആയതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ നടക്കുന്ന സ്ഥലവും എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി വളരെ അത്ര മറ്റേ പോളിഷ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു കല്യാണ വീട്ടിൽ നടക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സും എല്ലാം കൂടി വെച്ച് അങ്ങ് സേഫായി കിട്ടി എന്നുള്ളതാണ് അമ്മച്ചിമാര് വെച്ച് ടോട്ടാലിറ്റിയിൽ എല്ലാ കാര്യങ്ങളും അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാ വരികളും അതിന്റെ ഇൻസ്ട്രുമെന്റേഷനും എല്ലാം കൂടി ചേർന്ന് എനിക്ക് തോന്നുന്നു ആദ്യം കഴിയുമ്പോൾ ആളുകളും ക്യൂരിയസ് ആയിരുന്നു അപ്പലാൾ എന്താന്ന് അറിയാനായിട്ട്. നീരാളിയാണെന്നൊക്കെ ഇത് ട്രാക്ക് ചെയ്തെടുക്കുന്ന പോയിന്റ് പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നമുക്ക് ഈ അമ്മച്ചാരെ വെച്ച് കോറസ് പാടിച്ചു പറഞ്ഞപ്പോ അപ്പഴേ കുട്ടികളെ വെച്ച് പാടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ മഴവില്ല് ആണെങ്കിലും തല്ലുമാലപ്പാട്ടാണെങ്കിലും ഈവൻ ലാഫിംഗ് ബുദ്ധയിലെ ഒരു പാട്ടില് മിക്കവാറും എല്ലാ പാട്ടുകളിലും കുട്ടികൾ വരുന്നുണ്ട്. ഇത് പക്ഷെ റിപ്പീറ്റ് ആവുന്നില്ല. ഓരോ പാട്ടിന്റെ ടേസ്റ്റിലാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും കുട്ടികളുടെ സൗണ്ടിൽ എന്താ ഇത്രയും നല്ലല്ലേ? പറഞ്ഞ പോലെ മൈക്കിൾ ജാക്സൺ പാട്ടുകളുടെ അകത്തുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെയല്ല, ആ കോറസ് അത് വേറൊരു രീതിക്ക് പല വരികളും നമ്മൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ പാടി കേൾക്കുമ്പോൾ നമുക്ക് അതിനൊന്നും ഇല്ലാത്തൊരു ഡയമെൻഷൻ പെട്ടെന്ന് ഓണാകുന്നു. പെട്ടെന്ന് എനിക്ക് കേൾവിക്കാർ അറ്റൻഷൻ പെട്ടെന്ന് പിന്നെ പറയണ പല കാര്യങ്ങളും വേറൊരു ഡയമെൻഷനിൽ നമുക്കൊരു വേറെ കുറെ മീനിങ്ങോടുകൂടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര കുട്ടികളുടെ കോറസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ പാട്ടിലും ഇങ്ങനെ ആദ്യം ഇടയ്ക്കൊക്കെ വെച്ച് എനിക്കൊരു ഇതുണ്ടായിരുന്നു, എല്ലാ പാട്ടിലും ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ നോക്കണില്ല പോട്ട്. അങ്ങനെയല്ല, പാട്ടിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക്. ഇതൊക്കെ പറയുമ്പോഴേ ഈ പലപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടർ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് പുള്ളിക്ക് തന്നെ, അതായത് വർഷങ്ങളായിട്ടും പുള്ളിയെ പറ്റി പറയുമ്പോൾ മെൻഷൻ ചെയ്യുന്ന ചില പാട്ടുകൾ ഉണ്ടാവുമല്ലോ. അതായത് ബാധ്യത എന്നല്ല പറയുന്നത്, പുള്ളി എവിടെ പോയാലും പുള്ളി ക്യാരി ചെയ്യുന്ന, പുള്ളിയുടെ ഒപ്പം ചേർത്ത് വായിക്കുന്ന പാട്ടുകൾ അതുമായിട്ട് ബെഞ്ച് മാർക്ക് സെറ്റിംഗ് പോലെ തനിയെ ഒബ്വിയസ്ലി ഈ ലോങ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ തവണ വിഷ്ണു വിജയുടെ ഒപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള പേരാണ് ആരാധിക. അതുപോലെ വരുന്നു ഈ ഇത്തരം ഹാങ് ഓവറുകള്. പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ ഹാങ് ഓവർ ഉണ്ടെന്ന് എനിക്കറിയില്ല. കേൾവിക്കാർക്ക് ആ പാട്ടും മ്യൂസിക് ഡയറക്ടർ ഒരുമിച്ചാണല്ലോ കൊണ്ടുവരുന്നത്. ഇതൊരു ബാധ്യത ആവാറുണ്ട് ശരിക്കും ഇത്രയും ലോങ് ജേർണിയിൽ. ചില തനിയെ പോലൊരു പാട്ട്, ആരാധിക പോലൊരു പാട്ട്, നെഞ്ചകമേ, അങ്ങനെ ഉണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെ തോന്നാറില്ല കേട്ടോ. അത് അങ്ങനത്തെ ഒരു പാട്ട് ഇപ്പൊ നമ്മൾ വേറൊരു പാട്ട് നമ്മൾ നല്ലൊരു റെഫറൻസ് കേട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പാട്ട് കേട്ട് അതുപോലെ അടിക്കാൻ വേണ്ടി നിന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ അതുപോലെ അതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് കിടന്ന് മസിൽ പിടിക്കാതെ അങ്ങനെ വിടുകയാണ്. അപ്പം പക്ഷെ അതേപോലത്തെ ഒരു തിരിച്ച് അതേ റിപ്പീറ്റ് വരാതിരിക്കാൻ നോക്കണ്ട. അങ്ങനത്തെ ചെയ്യുമ്പോഴും നമുക്ക് മൊത്തത്തിലുള്ളൊരു ഫ്രേസിങ് അല്ലെങ്കിൽ ഒരു ഇമോഷനിലുള്ളൊരു പാട്ടുണ്ടാകുമ്പോൾ നമ്മൾ പാടുന്ന ഫ്രേസുകളെല്ലാം ഒരേപോലെ ആയി വരുന്നു. അങ്ങനത്തെ ഒരു ലോക്ക് അത് കുറേയൊക്കെ ബോധപൂർവം നോക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങനെ വരാതിരിക്കാൻ. അല്ലെങ്കിൽ ചിലത് അങ്ങനെ വന്നാൽ പോലും എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിനൊന്ന് വ്യത്യാസപ്പെടുത്താൻ നോക്കുന്നുണ്ട്. വലിയ വ്യത്യാസമായിരിക്കില്ല, പക്ഷെ ചെറിയൊരു വ്യത്യാസം ശ്രമിക്കും. ഇത് വ്യത്യാസം പറഞ്ഞപ്പോഴേ ഇപ്പൊ പ്രേമലൈൻ സമയത്ത് ഇത്രയധികം പാട്ടുകളുണ്ട്. ഈ സിനിമയാണേലും നമ്പർ ഓഫ് പാട്ടുകൾ കൂടുമ്പോൾ അവിടെ ഈ പാട്ടുകൾക്ക് എല്ലാം ഒരു ഐഡന്റിറ്റി കൊടുക്കുക എന്നുള്ളതും റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഇത്രയധികം പാട്ടുകൾ ചെയ്യേണ്ടി വരുന്നു. അവിടെ ശരിക്കും അത് ഭയങ്കര ചലഞ്ചിങ് ആണോ? അത്ര എഫേർട്ട് ഇടുന്നുണ്ടോ? ഇതിലെങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ശരിക്കും? അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു തല്ലുമാലയിലാണ് കുറെ കൂടി നമ്പേഴ്സ് ഉള്ളൊരു പാട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ടൊന്ന് ചാടി അത് ഒന്ന് നോക്കാമെന്ന്. അപ്പൊ തല്ലുമാലയിൽ വന്നപ്പോ നമുക്ക് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആ റൂട്ടഡ് സാധനം, അല്ലെങ്കിൽ തല്ലുമാലയുടെ മ്യൂസിക് എന്ന് പറയുന്നത് ലോലാലോലയില് നിൽക്കുവാണ്. എന്ത് വേണേ വായിച്ചിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് തല്ലുമാലയിലെ പാട്ടാണ്. അപ്പൊ അങ്ങനൊരു നമുക്ക് എല്ലായിടത്തും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിന്
ചിലപ്പോൾ നമുക്ക് വീണ് കിട്ടും, ചിലപ്പോൾ നമ്മളായിട്ട് തന്നെ ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വരും. അത് ഇതിന്ന് അപ്പുറത്തെ പാട്ടിലോട്ടും ഇത് മാച്ച് ആകുമായിരിക്കും എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു ചെറിയൊരു മെയിൻ ഒരു മോട്ടീവിന് വേണ്ടി ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് സൗണ്ട് ട്രാക്കുകളിലെല്ലാം തന്നെ. അപ്പം ഈ പ്രേമലുവിൻ്റെ ആണെങ്കിലും മോഷൻ പോസ്റ്റർ ചെയ്തപ്പോൾ നമ്മളൊരു ഒരു അതിൻ്റെ അകത്ത് കുറേ പ്രാവ് അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ അതിൻ്റെ അകത്ത് ഫ്ലൂട്ട് വായിച്ച് അപ്പം മോഷൻ പോസ്റ്ററാണ് നമ്മൾ വിചാരിക്കുന്നത് കുഴപ്പമില്ല, ഇത് പോയി കഴിഞ്ഞാൽ അടുത്തതിന് ഫ്ലൂട്ടൊക്കെ കുറച്ച് വെച്ച് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ സ്വരമൊക്കെ പാടി അങ്ങനെ ആ സാധനമൊക്കെ അതൊക്കെ വെച്ച് അതങ്ങ് വർക്ക് ചെയ്ത് തീർത്തു. പക്ഷെ പിന്നെ സ്കോർ തുടങ്ങി കഴിഞ്ഞപ്പോൾ പലപ്പോഴായിട്ട് ഇതിൻ്റെ കുറേ സാധനങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി. അത് പിന്നെ പാട്ടിനകത്തും വെച്ച് പിന്നെ അത് വന്നപ്പം അതിൻ്റെ ഇന്റർവെൽ മറ്റേ ഹാർട്ട് ബ്രേക്ക് മ്യൂസിക്കിനും അത് വെക്കേണ്ടി വന്നു. അവസാനം വരുമ്പോൾ എല്ലായിടത്തും അത് ഐഡന്റിറ്റി പക്ഷെ അത് എല്ലായിടത്തും അത് വരണുണ്ട്. പക്ഷെ അതിന് കുറച്ച് വേറെ ഒരു ഫ്ലേവർ അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്ന പടത്തിനകത്ത് അത് ഒന്ന് കയറി ഒന്ന് ഓണായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ആളുകൾ സിനിമയുടെ സ്വഭാവം ലിങ്ക്ഡ് ആയി കഴിയുമ്പോൾ സിനിമയുടെ സൗണ്ട് ട്രാക്കിന് ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ ഇങ്ങനത്തെ കുറെ സാധനത്തിന് നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. അത് ഇതിലും ഉണ്ട് ജിംഖാനെങ്കിൽ നമ്മുടെ മോഷൻ പോസ്റ്ററിന്റെ ട്രാക്ക് അത് ഇതിന് മുന്നേ പണി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തും അങ്ങനത്തെ ഒരു സാധനം വന്ന് വീണിരുന്നു. സിനിമ ചൂസ് ചെയ്യുന്നത് ശരിക്കും എങ്ങനെയാ? ഒരു നറേഷൻ ആണോ അതോ അതിലെ സൗണ്ടിനുള്ള സാധ്യതകളാണോ? എന്താ ഒരു സിനിമ ചൂസ് ചെയ്യാനായിട്ടുള്ള വിഷ്ണു വിജയുടെ ഒരു ക്രൈറ്റീരിയ? അങ്ങനല്ല കേട്ടോ, ഇത് ഗിരീഷ് ഷെഡിയുടെ പടം അങ്ങനെ ഇതൊന്നും അങ്ങനെ ചൂസ് ചെയ്തില്ല. അവരെല്ലാം വന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് ആ സമയത്തേക്ക് നമ്മൾ ഫ്രീ ആണ്, ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഹൈ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇപ്പം അല്ലാതെ എനിക്കൊന്ന് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഡയറക്ടർമാരുടെ ഒന്നും പടങ്ങൾ നമ്മളങ്ങനെ കേട്ട് ചൂസ് ചെയ്ത് ഒരു കോൾ എടുക്കേണ്ട സിനിമകളല്ല. ആ സമയത്തേക്ക് നമ്മൾ അതുമായിട്ട് ഫ്രീ ആവുക, വേക്കൻ്റ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അത്തരത്തിൽ ഈ ഒരു സിനിമ പ്രേക്ഷകൻ എന്ന രീതിയിലൂടെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ തമിഴ് സിനിമയിൽ റിപ്പീറ്റഡ്ലി പഴയ പാട്ടുകളെ ഒരു റീകണക്ട് ചെയ്യുന്ന തരത്തിൽ സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലോകേഷ് കനകരാജ് സിനിമകളിലത് അനിരുദ്ധ് പലതവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജി പ്രകാശ് കുമാർ ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസ് ഗുഡ് ബാഡ് അഗിളി വരുമ്പോൾ അതിലും പഴയ റെട്രോ പാട്ടുകൾക്ക് ഒരു സ്പേസ് കണ്ടെത്തി ചെയ്യുന്നു. അതിന് രണ്ടു തരത്തിലുള്ള ഒപ്പീനിയൻ വരുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്കൊരു പാട്ട് ക്രിയേറ്റ് ഇത് ഒരു കൈൻഡ് ഓഫ് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ വാറിൽ നടക്കുന്ന ഡിസ്കഷൻ കൂടിയാണ്. ബീങ് മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയുടെ ടേക്ക് അതിൽ എന്താണ് ശരിക്കും ഒരു റെട്രോ പാട്ടുകളുടെ ഒരു റീകോളിംഗ്? അത് ഉറപ്പായിട്ടും വേണം. പിന്നെ അത് നമുക്ക് അതിൻ്റെത് ഏറ്റവും വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അത്രയും സ്ഥലത്തേക്ക് മ്യൂസിക് ചെയ്യേണ്ടെന്നുള്ള വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതല്ല, നമുക്ക് ഈ പറഞ്ഞ പല പാട്ടുകളും നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന പാട്ടുകളാണ്. ആ പാട്ടുകൾ അപ്പം ഇപ്പം അതിനുള്ള ഉദാഹരണം തന്നെയാണല്ലോ ഇതെല്ലാം കേൾക്കുമ്പോഴും തിയേറ്ററിൽ ഭയങ്കരമായിട്ടുള്ള ഓളം ഉണ്ടായിട്ടുള്ള വർക്കായിട്ടുള്ള അതിനോട് അതിനിപ്പം നമ്മൾ പറഞ്ഞത്. പക്ഷെ എന്നാലും അത് നല്ലത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ലൈഫിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മൾ അതിനുള്ള റോയൽറ്റിക്കുള്ള പൈസ അടച്ചും അതിൻ്റെ റൈറ്റ്സും വാങ്ങിയൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അത് നല്ലതാണ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉറപ്പായിട്ടും. പ്രാവൻകൂട് ഷാപ്പില് ഫസ്റ്റ് അപ്പം അതിലും നമ്മളത്രയും ആ സീനിൽ അങ്ങനെ ഒരു പാട്ട് വരുമ്പോൾ നമുക്ക് ഓക്കെയാണ്. നമ്മളൊരു എനിക്ക് തോന്നുന്നു ഡയറക്ടർ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് അതാണ്, പുള്ളിക്ക് ഒരു എൻജോയബിൾ മരണം ആയിട്ട് അത് കാണണം. അപ്പൊ അതിന് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇനി എന്ത് മ്യൂസിക് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാലും എൻജോയബിൾ മരണം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ പാട്ടിട്ട് കേട്ടാ പിന്നെ അത് എൻജോയ് ചെയ്യില്ല. അതെ, ഈ ആളുകൾ ഒരു പാട്ട് എങ്ങനെ റിസീവ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു മേക്കർ ആണെങ്കിലും സിനിമ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെങ്ങനെ റിസീവ് ചെയ്യുന്നത്, എഴുതുന്ന ഡയലോഗുകൾ വർക്ക് ആവുന്നുണ്ടാവും, പാടുന്ന പാട്ട് അതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് അവിടെ വർക്ക് ആവുന്നുണ്ടോ? ഇതിനൊരു ജഡ്ജ്മെന്റ് സാധ്യതകളുണ്ടോ ശരിക്കും നിങ്ങൾക്കൊരു? അൾട്ടിമേറ്റ്ലി നമുക്ക് രണ്ടാമതൊന്നും ഇഷ്ടപ്പെടണം പാട്ട്, അതാണ് ഒരു തവണ കേൾക്കാൻ പറ്റണം. നമുക്കൊന്ന് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് കേൾക്കാൻ തോന്നണം. അങ്ങനെ കേൾക്കാൻ തോന്നാത്ത പാട്ടുകൾ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്ത് പിന്നെ അതിൻ്റെ ഒരു എപ്പോഴും എല്ലാ പാട്ടിലും ഒരു സെഗ്മെന്റ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു
അതിനൊരു സൈക്കിൾ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 ബാറിൻ്റെ സൈക്കിൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 4 ബാറിൻ്റെ സൈക്കിൾ ആണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു ഡിവിഷൻ നടത്തും പാട്ടിനെ മൊത്തത്തിലൊരു. എന്നിട്ട് അതിനകത്തേക്ക് എക്സൈറ്റ്മെന്റ് കുറയുന്ന സ്ഥലത്ത് എന്ത് എക്സൈറ്റഡ് ആയിട്ട് കുറെ സാധനങ്ങൾ, പുതിയ സൗണ്ടുകളോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൊത്തത്തിൽ ബ്രേക്ക് കൊടുക്കുക, അങ്ങനെ സൈലൻസ് അങ്ങനെയൊക്കെ. വേറൊന്നും ചെയ്യലില്ല, ഒന്നും മനസ്സിലാവില്ലെങ്കിൽ ഉള്ളതെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്ത് ഒരു കുറച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൈനാമിക്കലി അതിനൊന്ന് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെന്റ് കിട്ടും. കുറെ നാൾ കഴിഞ്ഞ് പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യാത്ത കുറെ കാര്യങ്ങളായിരിക്കും ആ സമയത്ത് നമ്മൾ ചെയ്ത് ഈ ഡൈനാമിക്സിന് വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഈ പാട്ട് രണ്ടാമത് കേൾക്കുമ്പോൾ അത് കൊള്ളാമല്ലോ എന്നുള്ളൊരു അങ്ങനെ തോന്നും. ചെയ്ത പാട്ടുകൾ കേട്ട് കേട്ട് ബോറടിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, ചേച്ചിയുടെ കുട്ടി എന്റെ പാട്ടുകൾ കേൾക്കുന്ന ഒരു ട്രിപ്പുള്ള ആളാണ്. അവളോട് പോയിരിക്കുമ്പോ ഇത് കേൾക്കേണ്ടി വരും. പുള്ളിക്കാരി കേട്ടോണ്ടിരിക്കുന്ന ഇതേ പാട്ടുകളാണ്. ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫീഡ്ബാക്ക് ആണെന്നുള്ള പാട്ട് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ തനിയെ തനിയെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ പറയണ കുറെ പാട്ടുകൾ, അതൊക്കെ തന്നെ. ഈ തനിയെ പറ്റി പല വായനകൾ ആളുകൾ കൊണ്ടുവരുമല്ലോ. ഇൻസ്പിറേഷണൽ, ഭയങ്കര ഇമോഷണൽ, ബ്രേക്ക് ഡൗൺ പോയിന്റിലെ മറ്റേ തൂങ്ങി വരുന്ന കയറ്, ഇത് കയറി പിടിച്ചത്, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ആ പാട്ട് ഇങ്ങനെയാണ്? നിങ്ങൾ ഈ സിനിമയ്ക്ക് പുറത്തോട്ട് ഈ പാട്ടിനെ എടുത്തിട്ടുണ്ടോ എപ്പോഴേലും? ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ. അതിപ്പോ മറ്റേ നമുക്കിപ്പോ ഈ പറഞ്ഞ ഒരുപാട് ഫീൽ ഗുഡ് പാട്ടുകൾ ഇപ്പൊ നമുക്ക് കോമഡി ആയിട്ട് കേട്ടില്ലേ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കുള്ളത്. തനിയുടെ കാര്യത്തിൽ അങ്ങനെ ഈ തനിയെ പറഞ്ഞപ്പോഴേ നെഞ്ചകമായി പാട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങുന്ന സമയത്ത് അത്ര അധികം ഇതിനായിട്ട് പറഞ്ഞു കേട്ടിരുന്നില്ല. പിന്നീട് പലപ്പോഴും ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇതിനൊരു നേരത്തെ പറഞ്ഞ എനർജി പമ്പിങ് ഉണ്ട് ഈ പാട്ടിന്. അതിൽ ഈ ഹമ്മിങ് പോർഷൻസും എല്ലാം കൊണ്ടും നെഞ്ചകം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇപ്പൊ ട്രാവൽ ഉണ്ടല്ലോ, ഈ പാട്ടിന്റെ ബേസ് ആയി വരുന്നത് വിഷ്വലി നമ്മൾ കാണുന്നത്, അതിനൊരു റെഫറൻസ് ഉണ്ടോ? അതോ ഈ പറഞ്ഞ പോലെ ഇവരുടെ പേസ് കിട്ടണം? എന്താ ശരിക്കും നെഞ്ചകമയുടെ ഒരു ക്രിയേഷൻ? നെഞ്ചകയുടെ അതും ഈ പറഞ്ഞ പോലെ തനിയുടെ അതേ ഒരു സ്പേസിൽ വരണ പോലത്തെ ഒരു പാട്ടാണ്. നമുക്കിപ്പോ എങ്ങനെ അതിനെ എന്തെങ്കിലും ചെയ്ത് വേറെ ആക്കണം. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്ത് അതിന്റെ ഒരു വോക്കല് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം നമുക്ക് നമ്മളെല്ലാരും കേട്ടിട്ടുള്ളൊരു വോക്കൽ ആയതുകൊണ്ട് തന്നെ അതങ്ങനെ അതിന്റെ അകത്തുനിന്നാണ് ആ ഒരു മെയിൻ ചാർജിങ് കിട്ടിയത്. അപ്പൊ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ശങ്കർ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ടൈറ്റിലിനും ഇതിന്റെ ഒരു കുറച്ചുകൂടി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് വെർഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നുള്ള പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് പുള്ളി അങ്ങനെ പാടിയോണ്ടാണ് അതിന് അങ്ങനെ 2 സാധനം കിട്ടിയത്. ഫ്രെയിം എല്ലാം ഒന്ന് തന്നെ, പക്ഷെ അത് 2 വേർഷൻ എന്ന് പറഞ്ഞപ്പോ 2 എൻ്റർലി വേറെ ലിറിക്സ് തന്നെയാണ്, വേറെ കീയിലോട്ട് മാറും. അപ്പൊ അങ്ങനെ ഈ വെരുമറിയാം ആ പോർഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര സൂത്തിങ് ആണ്. അത് ഈ പറഞ്ഞ പല ഇമോഷനിൽ നമുക്ക് പല രീതിയിൽ കണക്ട് ആവുന്നതാണ്. അത് ഈ പറഞ്ഞ കുട്ടികളെ വെച്ച് അതിൽ വർക്ക് ആവുന്നത് ഈ ഒരു ബ്രേക്ക് ഡൗൺ പോയിന്റില് ഒരു കുട്ടിയുടെ സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതില് മെൽറ്റ് ആവുന്ന പോലെ. അതെ, കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ വേണമെങ്കിലും എനിക്കൊന്ന് കുട്ടികളുടെ സൗണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡൗണർ സാധനം കിട്ടും. അറ്റ് ദ സെയിം ടൈം അതിനൊരു ഷാർപ്പ് സ്വഭാവം ഉണ്ട്. കുറച്ചിങ്ങനെ അറ്റൻഷൻ കിട്ടും. റാൽഫ് മുന്നേ പറഞ്ഞ പോലെ തന്നെ അറ്റൻഷൻ കിട്ടും. എന്നാൽ മൊത്തത്തിൽ ഈ പാട്ടിനകത്ത് ഇമോഷണലി ആ ഒരു ഡൈനാമിക്സ് ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു എന്താണ് വേവ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെഡ് റൂം എടുത്ത് നോക്കിയാൽ അതിന് ആ ഒരു ഡൈനാമിക്സ് ഉണ്ടാവില്ല. അങ്ങനൊരു അതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ എന്താണ് അത് ഉപയോഗിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, കിഡ്സ് കോറസ് ഉപയോഗിക്കുന്നതിൽ. ഇത്ര ആളുകള് സ്വന്തം പാട്ട് ചെയ്ത പല പാട്ടുകള് പലരും കേൾക്കുന്നത്, അറിയുന്നത്, ഇഷ്ടപ്പെടുന്നതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ശരി കേൾക്കുന്ന പാട്ടുകൾ എന്താണ്? നിങ്ങളുടെ പ്ലേലിസ്റ്റ് ശരിക്കുന്നത്? ഞാൻ സലിൽ ചൗധരി പാട്ടുകൾ അങ്ങനത്തെ ഉള്ള ഇപ്പോഴാണ് കുറച്ചുകൂടി ഈ കഴിഞ്ഞ ജിംഖാന പ്രാവൻകുട്ടി ഷാപ്പും ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചൊന്ന് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാന് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഫ്ലൂട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് അങ്ങനത്തെ വേറെ കുറച്ച് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ വീഡിയോകൾ കാണുന്നുണ്ട്. അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോഴാണ് വളരെ മെഞ്ഞാന്നോ ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഒന്ന് പ്രാക്ടീസ് ഒക്കെ അതുവരെ വേറെ ഇങ്ങനെ ഒരു പാട്ടുകൾ കേൾക്കുകയോ അങ്ങനത്തെ ഒരു
സമയം കിട്ടുന്നില്ല പാട്ടുകൾ കേൾക്കാനും. നമ്മളെ തന്നെ എൻഹാൻസ് ചെയ്യാന്നുള്ള. അതായത് എനിക്കൊന്ന് നമ്മളിപ്പം സ്റ്റുഡിയോയിൽ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരായിട്ടാണ് പോണെങ്കിൽ കൂട്ടുകാർ വന്ന് ആദ്യം ഞാൻ വണ്ടിക്കകത്ത് പാട്ടിടും. നമ്മളെ സംബന്ധിച്ച് അപ്പൊ അതാണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ പാട്ടിനെ പറ്റി എപ്പോഴും പറയുമ്പോഴേ ആരാണെങ്കിലും ഇതിനെ ഇമോഷണലി ലിങ്ക് ചെയ്ത് സംസാരിക്കാറുണ്ട്. പല സിറ്റുവേഷനിലായിരിക്കാം ചില ആളുകളെ റീകണക്ട് ചെയ്യുന്നതായിരിക്കാം. ഈ അത്ര ഇമോഷണലായിട്ട് ആളുകൾ ഓരോ പാട്ടിനെയും റിസീവ് ചെയ്യുന്നു. അത് ഈവൻ ഒരു ഡാൻസ് നമ്പർ ആണെങ്കിൽ പോലും ഇവരുടെ ഫെസ്റ്റിവൽ മൊമെന്റിൽ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെന്റിലൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ആ ഇമോഷനെ ലിങ്ക് ചെയ്യുന്നതായിരിക്കാം. ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടർ എന്തുമാത്രം ഇമോഷണലാണ്, നിങ്ങൾ അത്ര ഇമോഷണൽ ആവുന്നുണ്ടോ? അപ്പുറത്തോട്ട് അല്ല, വേറെ പാട്ട് കേൾക്കുമ്പോഴാവാം, നിങ്ങൾ സ്വന്തം ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ടെക്നിക്സിനപ്പുറത്തോട്ട് നിങ്ങൾ ഇമോഷണൽ ആവുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അതിനുള്ളൊരു സ്പേസ് വളരെ കുറവാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ വേറൊരു പാട്ട് കേൾക്കുമ്പോഴും ഭയങ്കരമായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഭയങ്കര ക്ലിനിക്കലായിട്ടാണ് ആ പാട്ടിനെ കേൾക്കുന്നത്. ഇപ്പൊ അത് കുറച്ച് എനിക്ക് തോന്നി കുറച്ച് ജോലി തിരക്കിൽ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണ്ട് പാട്ടുകൾ കേട്ടിരുന്ന പോലെ കേൾക്കാൻ. ഞാൻ ഇടയ്ക്ക് നമ്മള് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണ്ട് റഹ്മാൻ സാറിന്റെ പാട്ട് കേൾക്കുമ്പോൾ ചില സമയത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു മറ്റേ ഒരു കുളിരടിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് കിട്ടണില്ലല്ലോ ഇപ്പൊ. അപ്പൊ അത് പണ്ടത്തെ പാട്ട് ഇപ്പൊ കേട്ടാലും നമുക്കത് കിട്ടില്ല. അത് അത്രയും ഇമേഴ്സ്ഡ് ആയിട്ട് ആ പാട്ട് കേട്ടിരുന്നോണ്ടാണ് നമുക്കത് കിട്ടിയിരുന്നത് എന്നുള്ളതാണ്. അന്ന് കിട്ടിയിരുന്ന പിന്നെ ഇപ്പൊ അത് അങ്ങനെ അത്ര അങ്ങനെ ഫുൾ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള സമയവും ഒന്നും അങ്ങനെ കിട്ടില്ല. അപ്പൊ അവനും പറഞ്ഞതാണ് ഇപ്പൊ ഇറങ്ങുന്ന പാട്ടിനകത്തൊക്കെ ഉണ്ട് അത്, പക്ഷെ അത് നമുക്ക് അത്ര അങ്ങനെ നമ്മൾ പോയിരുന്ന് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. റഹ്മാൻ പറയുമ്പോൾ, ഇളയരാജ പറയുമ്പോൾ, വിദ്യാജി പറയുമ്പോൾ, ഇവരെല്ലാം കാണിച്ച് നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ഈ കുട്ടിക്കാലം, യൗവനം, ഇതിലെല്ലാം ഇവർ തരുന്ന ഓരോ പാട്ടുകൾ ഡ്രോപ്പ് ചെയ്യാറുണ്ടല്ലോ ഓരോ മൊമെന്റില്. നമ്മളെന്നെ വിചാരിക്കല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഇമോഷണൽ കൃത്യമായിട്ട് ഇത് ബ്ലെൻഡ് ആവുന്നുണ്ടെന്നുള്ള തരത്തില്. അതുപോലെ വിഷ്ണു ഈ ഒരു ലോങ് കരിയറിൽ, ഇപ്പോൾ കരിയറിന് മുന്നേ തന്നെ ഒരു ലൈഫ് ജേണി ഉണ്ടല്ലോ, അതിനത്രയധികം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്ര റിപ്പീറ്റഡ്ലി കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള പാട്ട് മ്യൂസിക് ഡയറക്ടർ ആരായിരിക്കും ശരിക്കും? എല്ലാം ഇപ്പൊ യുവൻ ശങ്കർ രാജ, ഇളയരാജ സാറ്, റഹ്മാൻ സാറ്, നമ്മളിവിടെ കേട്ടിട്ടുള്ള എല്ലാ തമിഴ് പാട്ടുകളും അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകളൊക്കെ തന്നെയാണ് ആ സമയത്ത് കൂടുതൽ കേട്ടിരുന്നത്. പിന്നെ തമിഴിലൊരു കുറച്ചധികം ഇൻഫ്ലുവൻസ് കൂടുതൽ ഉറപ്പായിട്ടും. പിന്നെ തമിഴ് പാട്ടുകൾ കൂടുതൽ അത് തന്നെയായിരുന്നു കൊണ്ടിട്ട് കേൾക്കുന്നത്. പിന്നെ ഓരോ പാട്ടുകളുടെ ഒരു ഈ പറഞ്ഞ പോലെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഓരോ പാട്ട് ഏത് പരിപാടിക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയത്തുള്ള പാട്ടാണെന്നുള്ളതാണ്. നമ്മുടെ അങ്ങനത്തെ ഉള്ള പ്ലാനാണ്. ഈ സമയത്ത് ഈ ട്രൂപ്പിന്റെ കൂടെ ആയിരുന്നു, ആ സമയത്ത് അങ്ങനെയാണ് ഓരോ പാട്ടുകൾ നമുക്ക്. ഇല്ല, ഇത് എന്നപ്പോ റഹ്മാൻ ചെയ്യുന്ന പാട്ടുകൾ എപ്പോഴും പറയും ഓരോ പാട്ടിനും ഓരോ ക്യാരക്ടർ പുള്ളി കൊടുക്കുമല്ലോ. അപ്പൊ ഇത് കാറിൽ പോകുമ്പോൾ പ്ലേ ചെയ്യേണ്ട പാട്ടാണ്, ഇത് ഒരു ബ്രേക്കപ്പ് പോയിന്റിൽ പ്ലേ ചെയ്യേണ്ടതാണ്, ഇത് ആളുകൾ എൻജോയ് ചെയ്യേണ്ടതാണ്. പണ്ട് സിനിമ സെല്ല് ചെയ്യപ്പെടുന്നതിലും ഇത്തരം പാട്ടുകളുടെ പാട്ടായിരുന്നു. ഇപ്പൊ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് സിനിമയുടെ സ്വഭാവത്തിന് അപ്പുറത്തോട്ട് ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ എടുക്കുന്ന കോളിലൊക്കെ ഈ പാട്ടിന് ആളുകൾ ഡാൻസ് ചെയ്യണം, ഈ പാട്ടിന് ഇവർക്ക് ഇന്നൊരു മൊമെന്റിലായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ ശരിക്കും കമ്പോസിഷൻ? അല്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത് ഇവര് അതിന്റെ ഫിലിം മേക്കേഴ്സ് തന്നെ വന്ന് ഓൾറെഡി ആ റെസ്പോൺസിബിലിറ്റിയിലാണ് നമ്മൾ പണി തുടങ്ങുന്നത്. ഇപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മുന്നേ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് കുറച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ നമ്മൾ കൂടുതലും ഈ സിനിമയ്ക്ക് അകത്തേക്കുള്ള പാട്ടുകൾ കഴിയുന്നത്ര സിനിമയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാത്ത പാട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ആ സീനിനകത്ത് എന്താണോ എന്നുള്ളൊരു, ഇപ്പൊ ഡ്രൈവ് ആണെങ്കിൽ പോലും എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഡ്രൈവ് പാട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്രേമലുവിലുള്ള പാട്ടാണ്. അപ്പൊ അതിനകത്തും എനിക്ക് പറഞ്ഞ പോലെ അതിന്റെ ഒരു സൗണ്ട് ട്രിപ്പിംഗ് സൈഡിലേക്ക് കുറച്ച് ലോറിയുടെ ഹോൺ അങ്ങനത്തെ പരിപാടി, കുട്ടിക്കുടിയിലും ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പോലെ മിനിമം ആ സാധനങ്ങളൊക്കെ. അപ്പം നമുക്ക് ഓൾറെഡി അത് ഈ പറഞ്ഞ പോലെ അത് തീരുമാനിച്ചിട്ടാണ് നമുക്ക് പാട്ടിനുള്ള പ്ലോട്ട് പറഞ്ഞത്. ഈ ലോറിയുടെ ഹോൺ ആ യൂസേജ് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു ശരിക്കും? അല്ല, അതും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വന്ന് കിട്ടിയൊരു ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോഴും. ഇടയ്ക്ക് ഏതൊക്കെയോ പാട്ടുകളുടെ അകത്ത് ഈ പറഞ്ഞ പോലെ ആംബുലൻസിന്റെ ഒക്കെ സൗണ്ട്, അങ്ങനെ സൈറനൊക്കെ ഉള്ള പാട്ടുകൾ നമ്മൾ അങ്ങനെ ഇട്ട് കേൾക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ തോന്നില്ല പുറകെ നിന്ന് വേറെ വണ്ടി വരുന്നുണ്ടെന്ന്, അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിലങ്ങനെ ഇട്ടാ
അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടുമല്ലോ. ശരി, അവര് ഒരു റൈറ്റ് പോർഷൻ അവിടെയാണല്ലോ വരുന്നത്. ഈ മറ്റു ഭാഷകളിൽ സിനിമ ചെയ്യുന്നത് എനിക്ക് ലാസ്റ്റ് വന്നത് ലാഫിംഗ് ബുദ്ധയായിരുന്നു. കന്നഡ പോയൊരു സിനിമ, തെലുങ്കിൽ അല്ല തെലുങ്കിൽ പടം കന്നഡയിലായിരുന്നു, ലാഫിംഗ് ബുദ്ധ വരുന്നു. ഇത് മലയാളം നമ്മുടെ മദർ ടങ് അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ തന്നെ കുറച്ച് അവരുടെ നേറ്റിവിറ്റി ആയിട്ട് അവരുടെ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന മ്യൂസിക് കാര്യങ്ങളൊക്കെയാണ് ഈ മറ്റു ഭാഷ മറ്റ് സിനിമ. അതിൻ്റെ ഒരു മ്യൂസിക് വേൾഡ് ക്രിയേഷൻ അതെങ്ങനെ ഈസിയാണോ ശരിക്കും? ഈസിയല്ല, എനിക്കൊന്ന് അതിൻ്റെ ഡയറക്ടറും ഈ പറഞ്ഞ പോലെ ഭരത് രാജ് പുള്ളിക്കാരനും നമ്മുടെ പാട്ടുകൾ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അത് ആ പാട്ടിൻ്റെ ഒരു സാധനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ കഥയ്ക്കകത്ത് ഒന്നും ഒരു പാട്ടുണ്ടാക്കിയത്, ബാക്കി ലിറിക്സിൻ്റെ കാര്യത്തിൽ പുള്ളി ഫുൾ ഓണായിട്ട് ഇരുന്നോളാം എന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടാണ് നമ്മൾ പിടിച്ചത്. അപ്പം അതേപോലെ തന്നെ ഡയറക്ടർ ആ ലിറിക് റൈറ്ററിൻ്റെ കൂടെ ഫുള്ളായിട്ടിരുന്ന് പുള്ളിക്ക് ആവശ്യമുള്ള പുള്ളിക്ക് ലിറിക് ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അതിനാവശ്യമുള്ള രീതിയിൽ കുറച്ചും കൂടെ റൂട്ടഡ് ആയിട്ടുള്ള, അതെ അതിനാവശ്യമുള്ള രീതിയിൽ പുള്ളി അത് സ്ക്രീൻ ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു ലിറിക്ക് വാങ്ങി കമ്പോസ് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനൊരു പ്രശ്നം, അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. അപ്പം അത്തരത്തിൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഓക്കെയാണ് അത്. ഈ മ്യൂസിക്കലി പല ആളുകളുടെ പേര് പറയുമ്പോൾ, ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ അത് വിഷ്ണു വിജയൻ്റെ മ്യൂസിക്, സുഷിനാണ് ചെയ്യുന്നത്, ഇതിനാലാണ്. ഇതിൽ ആളുകൾ എടുക്കുന്ന കോളുണ്ട്, ആളുകൾ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാട്ടുകൾ കേട്ട് പ്രിയപ്പെട്ടതായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പൊസിഷൻ തരുന്നുണ്ടല്ലോ, വിഷ്ണുവിൻ്റെ അടുത്ത പടം ഏതാണ്, നിന്ന പടം പുള്ളിയാണ് ചെയ്യുന്നത്, അതിലൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. കാരണം ഇത് വർക്കാക്കി പിച്ചെടുക്കണം, വർക്കാവണം, ആളുകൾക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളത്. അങ്ങനത്തെ ഇപ്പം നല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ആ ഒരു കൺസിസ്റ്റൻസിയിലെ ആൾക്കാർ ഭയങ്കരമായിട്ടും അതായത് സ്ഥിരമായിട്ടും നല്ല രീതിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ ആവശ്യമാണെന്ന് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിന്. റിസൾട്ട് എന്ത് തന്നെ ആയാലും നല്ല രീതിക്ക് തന്നെ ഉള്ളൊരു ജെനുവിൻ ട്രൈ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് ഇവിടെ നല്ല എല്ലായിടത്തും അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ കാര്യമില്ല നമുക്കറിയുള്ളൂ. അപ്പം ആ ഒരു ട്രൈക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പടങ്ങളും എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ വളരെ ക്ലോസ് ചുറ്റളവിൽ എവിടെയും നടക്കുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിൽ ഒരു 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 മിനിമം സാധനം ഉണ്ടാവും അതിനകത്ത്. അപ്പം അത് നമ്മളൊരു എഫേർട്ട് എല്ലാ പാട്ടിലും. അപ്പം അത്തരത്തിൽ അങ്ങനൊരു പെയിൻ ഇല്ല, അങ്ങനൊരു സ്ട്രെസ് ഇല്ല. ഇത് അടുത്തത് ചിലപ്പം ഇങ്ങനത്തെ ആയി പോവാം, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ബാക്കിയുള്ള നമ്മുടെ ചുറ്റിലുമുള്ള നല്ല ഡയറക്ടേഴ്സും നല്ല റൈറ്റേഴ്സും എല്ലാവരും നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഒരു ശ്രദ്ധ അവരെടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അത്ര പേടിക്കണ്ട എന്നുള്ളത് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് മ്യൂസിക് ഡയറക്ടേഴ്സിന് കാര്യം നമുക്കുള്ള പ്രോജക്റ്റ് നമ്മളല്ലല്ലോ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടായി വരികയാണല്ലോ, മറ്റവർക്കാണ് അവർ തന്നെ അവർക്ക് ചെയ്യേണ്ട ജോലി ഉണ്ടാക്കിയെടുത്ത് അതിലൊരു വിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഈ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, നമ്മൾ മ്യൂസിക്കിൽ അപ്ഡേറ്റഡ് ആയിരിക്കാന്ന് പറയല്ലോ. എന്താണ് ഇപ്പോൾ ഓരോ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു, ഇവരുടെ ചെവിക്ക് ഇഷ്ടമുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന് പുതിയ ഇഷ്ടപ്പെടുത്തണോ, പുതിയ പാട്ടുകൾ സെറ്റ് ചെയ്യുമ്പോൾ, സൗണ്ട് സ്കേപ്പ് സെറ്റ് ചെയ്യുമ്പോൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പണിയുമ്പോൾ ഈ അപ്ഡേറ്റഡ് ആയിരിക്കുക, അപ്ഗ്രേഡഡ് ആയിരിക്കുക, അതിൻ്റെ ഒരു പ്രാക്ടീസ് എങ്ങനെ ശരിക്കും? അതിൻ്റെ പ്രാക്ടീസ് ഈ പറഞ്ഞ പോലെ അപ്ഡേഷൻ എനിക്കൊന്ന് വളരെ മ്യൂസിക്കിൽ ഏറ്റവും അറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എല്ലാ ആൾക്കാരെയും കണക്റ്റഡ് ആക്കി നിർത്താൻ പറ്റും എന്ന് പറയുന്നത് മ്യൂസിക്കിൽ മാത്രമല്ല, എല്ലാ ക്രിയേറ്റീവ് ആർട്ടിലും എനിക്ക് തോന്നുന്നു സിംപ്ലിസിറ്റിയിലാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. അത് ആ ഒരു സാധനം സിംപ്ലിസിറ്റിയുടെ കാര്യത്തിൽ നമ്മളൊന്ന് ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞ തല്ലുമാല ചെയ്ത് അത്രയും കടുപ്പത്തിൽ ഒരിക്കലും വർക്ക് ചെയ്യരുതെന്നുള്ളത് റഹ്മാന്റെയും ആവശ്യമായിരുന്നു. ഇപ്പൊ ഈ ജിംഖാനയ്ക്ക് വരുമ്പോൾ കുറച്ചുകൂടി ലൈറ്ററായിട്ട്, അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് എടുത്ത് അപ്പൊ അത് എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളൊരു ട്രൈ ആദ്യം തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പുതിയ ജോണറുകൾ വരുന്നതിൻ്റെ അകത്തുള്ള എനിക്ക് തോന്നുന്നു ഇപ്പം ജോണറുകളുടെ പുതിയൊരു ജോണറിനകത്തോട്ട് നമ്മൾ അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട്. നമ്മളത് ഒരെണ്ണം മാസ്റ്റർ ചെയ്ത് എടുത്ത് വന്ന് അല്ലെങ്കിൽ ഇതിന്റെ സബ് ജോണേഴ്സിലേക്ക് ചാടണോ അങ്ങനെയുള്ളൊരു ക്രൈസിസ് ഉണ്ട്. അപ്പോൾ അതിനെക്കാട്ടി ഇപ്പം എല്ലാവരുടെയും മ്യൂസിക് അതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യാലിറ്റീസ് ഒക്കെ വെച്ചിട്ട് തന്നെ അതിൻ്റെ അകത്തൊരു ജോണർ ഫോം ആകുന്നുണ്ടെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് തന്നത്തായിട്ടൊരു ജോണർ ഫോം ചെയ്യാതെ
ഞാൻ ചെയ്യുന്ന പടങ്ങൾക്കെല്ലാം തന്നെ ഇപ്പൊ പ്രേമലുവിന്റെ ജോണറിൽ ഫിറ്റ് ഉണ്ടാകുന്ന കുറച്ച് പാട്ടുകൾ, സൗണ്ട്സ്, മ്യൂസിക്, സോ ആൻഡ് സോ എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ, അതേപോലെ തന്നെ ജിംഖാനയുടെ ജോണറിന് ഫിറ്റിനാവുന്ന സാധനങ്ങൾ എന്നുള്ള രീതിയിൽ എത്തിക്കാനായിട്ട് അങ്ങനെ കുറച്ചുകൂടി കൂടുതലായിട്ട് ആലോചിക്കാൻ, കുറച്ചുകൂടി സിമ്പിളറായിട്ട് ആലോചിച്ച് ഇങ്ങനൊരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കുക തന്നെ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. പാട്ടുകൾ മാക്സിമം കേൾക്കാന്നുള്ള പുതിയ വരുന്ന പാട്ടുകൾ കേൾക്കാം. എനിക്ക് സിനിമകളുടെ സ്വഭാവം അനുസരിച്ചിട്ടേ ഇപ്പോ തമിഴില് തെലുങ്കിലൊക്കെയുള്ള കുറച്ചുകൂടെ ലൗഡായ, അതിന്റെ ഒരു വലിപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. സൗണ്ടിന്റെ വലിപ്പം പലപ്പോഴും മലയാളത്തിൽ അങ്ങനെ പരീക്ഷ കണ്ടിട്ടില്ല. അതിനുള്ള പറഞ്ഞ സബ്ജക്റ്റുകളും അത്തരത്തിൽ വലിപ്പം വളരെ റയർ ആയിട്ടാണല്ലോ നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പോ അത്തരം സിനിമകൾ കൂടെ, അത്തരം ജോൺറയിൽ വരുന്ന സിനിമകളുടെ പാർട്ടാവണം, അങ്ങനത്തെ പ്ലാൻസ്, ആഗ്രഹങ്ങൾ ഉറപ്പായിട്ടുണ്ട്. മ്യൂസിക്, അതായത് എനിക്ക് തോന്നുന്നത് ലൗഡ്നെസിന്റെ കാര്യത്തിലല്ലോ റാൽഫ് പറയുന്നത്, അതിന്റെ ഒരു വലിപ്പത്തിലാണ് പറയുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ അത്രയുമുള്ള വലിപ്പത്തിലുള്ള പരിപാടികളും നമുക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി വേറെ കുറെ ഒരു യൂണിറ്റ് അടങ്ങുന്ന ഒരു ക്രൂ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പം അതും പ്ലാനിൽ തന്നെയാണ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രാവൻകൂട്ട് ഷാപ്പിന് നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കുറച്ച് റെക്കോർഡിങ്സ് ബുഡാപെസ്റ്റിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അതും ഈ പറഞ്ഞ പോലെ അതിന് അമ്പുക്കാണ് അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞത്, വിഷ്ണു അത് പുറത്ത് റെക്കോർഡ് ചെയ്യണ്ടേ, പുറത്ത് റെക്കോർഡ്. എനിക്ക് ആദ്യം തൊട്ടേ അത് പ്രാവൻകൂട്ട് ഷാപ്പിന്റെ അകത്തേക്ക് പുറത്തു നിന്നൊരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് വരുന്നതിനോട് എനിക്ക് അങ്ങനെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നായിരുന്നു. പക്ഷെ അമ്പുക്ക അത് സാധനത്തിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കണം, അതിനുവേണ്ടി അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വരണം പുറത്തുനിന്ന്, അങ്ങനത്തെ സൗണ്ടുകൾ വന്ന് കുറച്ചുകൂടി അതിനൊന്ന് ഇന്റർനാഷണൽ സൗണ്ടിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴാണ് പിന്നെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് തന്നത്, പിന്നെ ഇതിനകത്തേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് പറ്റുന്ന രീതിയിൽ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന പ്ലോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിനിമയെ സംബന്ധിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ട്രസ്റ്റ് മാത്രമാണ് അപ്പുറത്തും ഇപ്പുറത്തും വേണ്ടത്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ ജിംഖാന വലിയ രീതിയിൽ ജേണി കണ്ടിന്യൂ ചെയ്യട്ടെ, അതുപോലെ വിഷ്ണു വിജയ് കണ്ടിന്യൂ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.